ഇഷ്ടപ്പെട്ട ടീമുകൾ കപ്പടിക്കുമെന്നാണ് ആരാധകരുടെ അവകാശവാദം. കിക്ക് ഓഫിലേക്ക് ഒരു പകൽ ദൂരം മാത്രം അവശേഷിക്കെ കാൽപന്ത് കളിയുടെ ലോക കിരീടം തേടിയുള്ള ഈ പോരാട്ടത്തിന്റെ ആവേശം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. കോഴിക്കോട് നൈനാൻ വളപ്പിൽ നിന്നും നമ്മുടെ ബെൻസൺ ബാബു ചേരുന്നുണ്ട് നമുക്കിപ്പം തത്സമയം. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ലോകകപ്പിന്റെ ആവേശം അത് കേരളത്തിൽ എങ്ങനെ അലയടിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമാണ് നമ്മൾ കണ്ടുവരികയാണ്. ഫ്ലെക്സ് യുദ്ധം തൊട്ട് പിന്നീട് വാഗ്പോരിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങുന്നതൊക്കെ കണ്ടു. എന്നാണ് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരൊറ്റ പകൽ, ഈ ഒരു പകലിന്റെ ദൂരം മാത്രമേ ഉള്ളൂ ആ ലോകകപ്പിന്റെ കിക്ക് ഓഫിന്? അതെ സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കാൽപന്ത് കളിയുടെ ലോക മാമാങ്കത്തിന്റെ 23-ാം പതിപ്പിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കിക്ക് ഓഫ് ആരംഭിക്കും, കളി ആരംഭിക്കും. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നൈനാൻ വളപ്പിലാണ്. നമുക്ക് കാൽപന്ത് കളി, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ കോഴിക്കോട്ടുകാർക്ക് അത് നൈനാൻ വളപ്പാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെയാണ്. വലിയ ആവേശത്തോടെ, വലിയ സ്നേഹത്തോടെയാണ് കാൽപന്ത് കളിയെ നൈനാൻ വളപ്പുകാർ സ്വീകരിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അവരുടേതായ ഇഷ്ടപ്പെട്ട ടീമുകളുണ്ട്. കളിയെ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ചേട്ടാ, അപ്പൊ തുടങ്ങാണ് നാളെ. അതെ, എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് സ്പോൺസർമാരൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇത് നമ്മുടെ സ്ക്രീനിങ്ങിനുള്ള അത് വളരെ ആവേശത്തോടെ കുട്ടികളും പ്രായമുള്ളവരൊക്കെ പ്രതീക്ഷ നിൽക്കുകയാണ്. പ്രതീക്ഷ ഉണ്ട്. 1-2 ദിവസം പ്രാവശ്യം പരമാവധി ആൾക്കാർ ഉൾക്കൊള്ളിക്കുന്ന വലിയ രീതിയിൽ നടത്താൻ വേണ്ടിയാണ് നമ്മുടെ പ്ലാൻ അല്ലേ? അതെ അതെ, നമ്മള് ഒന്നാമത്തെ മായാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരിയല്ലല്ലോ. കഴിഞ്ഞ വേൾഡ് കപ്പ് നവംബറും ഡിസംബർ ആയിരുന്നല്ലോ. ഖത്തറിനെ കൊണ്ട് സമയം നല്ല ഇതും സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, കപ്പ് കാണിക്കാൻ ഇവിടെ സമയം പ്രശ്നമല്ല. പക്ഷെ എല്ലാവരും ആവേശത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. എങ്ങനെയാ സ്വന്തം ടീമിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സ്വന്തം ടീം നമ്മളെ കണ്ണണില്ലേ, സ്വന്തം ടീം അർജന്റീന. ഇത്തവണയും തൂക്കുവോ? ഇത്തവണയും തൂക്കും. എന്തായാലും ഫൈനൽ ലിസ്റ്റിലേക്കുള്ള ഒരു ടീമാണത്. ഉറപ്പാണ്. അതും ഹോളണ്ടായിരിക്കുന്ന ഹോളണ്ട്. അത് നല്ല ഹോളണ്ടിനൊക്കെ വലിയ പ്രതീക്ഷ ആളുകളൊക്കെ പറയുന്നുണ്ട്. കണക്കുകൾ പ്രകാരം ഹോളണ്ടിനൊക്കെയാണ് പ്രാധാന്യം വരുന്നത്. പ്രധാനം എന്ന് പറഞ്ഞാൽ ഹോളണ്ട്, പോർച്ചുഗൽ, ഫ്രാൻസ്, ഈ 4 ടീം സെമി കാണുന്നുണ്ട്. അതിൽ അവിടെ നമുക്ക് ജേതാക്കളായിട്ട് തീരുമാനിക്കാം. അപ്പം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പലയിടങ്ങളിലും വലിയ വലിയ ബിഗ് സ്ക്രീനുകൾ വെച്ച് മത്സരങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊക്കെ തന്നെ നിരവധി ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ബിഗ് സ്ക്രീനുകൾ തയ്യാറാക്കുന്ന പരിപാടികളൊക്കെ തന്നെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്നുണ്ട്. സുബൈർക്ക, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതെ, ഇന്നിപ്പോൾ മെക്സിക്കോ സിറ്റിയിൽ വെച്ച് നടക്കുന്ന ആതിഥേയരായ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തോടു കൂടി ലോകകപ്പ് ആരംഭിക്കും. ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഇനിയൊരു പന്തിൻ്റെ പിന്നാലാണ്. കളി വർത്തമാനങ്ങളും കളിയാരവങ്ങളാണ് ഇനി ഉണ്ടാവുക. ബാക്കിയെല്ലാം മറക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു യുദ്ധമുഖത്ത് നിൽക്കുകയാണ് ലോകം. അപ്പോൾ ഈ വേൾഡ് കപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അതിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ, കൂടുതൽ നമ്മുടെ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ ഒരു എല്ലാവരുടെയും ഒരു ഐക്യം ഈ ലോകകപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു കാൽപന്ത് കളിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശത്തൊക്കെയുള്ള യുവാക്കളൊക്കെ ലഹരിക്കടിമകളാകുന്ന സാഹചര്യമുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും ഇത്തരം സാഹചര്യങ്ങൾ ഒരു കൂടുതൽ പ്രചോദനം നൽകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ശോഭ കെടുത്തുന്ന രീതിയിലാണ് ഇപ്പം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് ഇറാനുമായുള്ള യുദ്ധം. പക്ഷേ കളി ആരംഭിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നിന്നു പോകുന്നതാണ് വിചാരിക്കുന്നത്. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞത് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ളതാണ്. ആരെയും മാറ്റി നിർത്താനോ ഒന്നുമല്ല. അത് ചേർത്ത് പിടിക്കലിൻ്റെയും അതിജീവനത്തിൻ്റെയും കൂടി ഒരു ഗെയിമാണ് ഫുട്ബോൾ. അപ്പം എന്താ നമ്മുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഇപ്രാവശ്യം? ആര് കപ്പ് തൂക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുള്ളത്? കപ്പ് അർജന്റീന അവരുടെ കഴിഞ്ഞ നേട്ടം നിലനിർത്താൻ വേണ്ടി. കാരണം ഇറ്റലിക്കും ബ്രസീലിന് ശേഷം വേറൊരു ടീമും തുടർച്ചയായിട്ട് ലോകകപ്പ് നേടിയിട്ടില്ല. പക്ഷേ അവരതിന് ശ്രമിക്കുന്നതിനിടെ തന്നെ ക്രിസ്ത്യാനോക്കൊരു വേൾഡ് കപ്പ് എന്നുള്ളൊരു സ്വപ്നം പോർച്ചുഗൽക്കാർക്കുണ്ട്, ഫുട്ബോൾ പ്രേമികൾക്കുണ്ട്. അതിനും സാധ്യതയുണ്ട്. ഇനി ഫ്രാൻസോ സ്പെയിനോ, അതുപോലെ തന്നെ ഇന്നേ വരെ ലോകകപ്പ് നേടിയിട്ടില്ലാത്ത, പല ലോകകപ്പ് ഫൈനലും കളിച്ച ഹോളണ്ട് വേൾഡ് കപ്പ് നേടിയാലും അത്ഭുതമല്ല. അതുപോലെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഈ വേൾഡ് കപ്പിൽ കറുത്ത കുതിരകളായിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊറോക്കോ വന്നതുപോലെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല. ചെറു രാജ്യങ്ങളായാലും വലിയ രാജ്യങ്ങളിലായാലും ഫുട്ബോൾ ലോകകപ്പിൻ്റെ കളിക്കളത്തിൽ എത്തുമ്പോൾ, ലോകകപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പെരുങ്കളിയാണ്. അവിടെ സീനാകം മാറും.
അതെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളാണ് ഓരോ ആരാധകർക്കും പങ്കുവെക്കാനുള്ളത്. അത് മാത്രമല്ല, കണക്കുകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ കണക്കുകൾ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം ഹോളണ്ടിന് അതുപോലെ തന്നെ സ്പെയിനിന് സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട്. ഇതുവരെ ലോകകപ്പ് നേടാത്ത ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യം ലോകകപ്പ് നേടാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർജന്റീന തുടരും എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നു, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ലോകം ഒരു കാൽപന്തിന് ചുറ്റും കറങ്ങാൻ പോവുകയാണ് ഇനിയുള്ള കുറച്ച് നാളുകൾ, ഒരു 30 നിശ്ചയമായിട്ടും ബെൻസൺ, അതിന്റെ ആവശ്യം തന്നെയാണ് കേരളത്തിന്റെയും അല്ലെ ലോകത്തിന്റെ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിന്റെ മുക്കും മൂലയിലും ഒക്കെ നമുക്ക് അതിന്റെ ആവേശം കാണുകയും ചെയ്യും. അപ്പം